salt and pepper. Bum 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 bum. Hi, Swagatham. Eastern Salt and Pepper presented by Romana Drinking Water. ഇന്ന് നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ രുചി തേടി ഞങ്ങൾ എത്തിയത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം മലകൾ കൊണ്ടും പുഴകൾ കൊണ്ടും എന്താണ് പച്ച പ്രകൃതി കൊണ്ടും സുന്ദരിയായ ജില്ല. ഇപ്പോൾ എവിടെയായി നിൽക്കുന്നതെന്നറിയാമോ? ഇത് ശരിക്കും മലങ്കര ഡാമിൻ്റെ സംഭരണിയാണ് ഈ കാണുന്നത്. ഡാമിൻ്റെ ഒരു വിഷ്വൽ കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഡാമാണ്. ആ ഡാമിൽ സംഭരിച്ച് നിൽക്കുന്ന ജലമാണ് ഈ കാണുന്നത്. ഈ മലങ്കര ഡാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുക്കിയിൽ പവർ സ്റ്റേഷനിൽ നിന്ന് പവർ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ഒഴുകിപ്പോയിക്കൊണ്ടിരുന്ന ജലത്തെ 1994 ഈ മലങ്കര ഡാം നിർമ്മിച്ച് ഇവിടെ ഒരു സംഭരണിയാക്കി സംഭരിച്ച് നിർത്തുകയായിരുന്നു. കാരണം ഇവിടെയുള്ള കൃഷി ആവശ്യങ്ങൾക്കായിട്ടൊക്കെയാണ് ഈ വെള്ളം ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല ഇവിടെയും ചെറിയൊരു പവർ സ്റ്റേഷനുണ്ട്. ചെറുതായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് ഇവിടെ നിന്നും കയറ്റി വിടുന്നുണ്ട് വൈദ്യുതി. അതുകൊണ്ട് വളരെ സുരക്ഷിതമായൊരു മേഖല കൂടെയാണ്. അപ്പോൾ നമുക്ക് നേരെ കാണുമ്പോൾ അറിയാം ഈ മലകൾക്കിടയിലൂടെ ആ ഒരു ഇടുക്കിയുടെ ഭംഗി നോക്കിയേ. ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ, ചെറുതല്ല, 1, 2, 3, 4 എണ്ണമൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ആ ഒരു മനോഹരമായ കാഴ്ചയൊക്കെ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എന്താ ഇവിടെ നിന്ന് സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ എപ്പിസോഡ് തുടങ്ങാൻ എന്ന് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം വീണ്ടും ഇവിടെ നിന്ന് ഈ ഡാമിൽ നിന്ന് ഒഴുകി പോകുന്ന വഴിക്ക് പോകുന്ന വഴിയിലൂടെ ഇത് നമ്മുടെ തൊടുപുഴ ടൗണിലെത്തും. ഈ ടൗണിൻ്റെ ഈ നദിക്കരയിൽ തന്നെ ഒരു രുചിയിടമുണ്ട്. അങ്ങോട്ടേക്കാണ് ഇന്നത്തെ യാത്ര. അങ്ങനെ യാത്ര ചെയ്ത് ഞങ്ങൾ തൊടുപുഴ ടൗണിലെ ബൈപ്പാസ് റോഡിൻ്റെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഡാമിൽ നിന്ന് വരുന്ന ആ ജലമെല്ലാം ഇങ്ങനെ ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഈ മൂവാറ്റുപുഴ ആറിൻ്റെ കരയിലായിട്ട് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ അൽ ഷാഫി ഹോട്ടൽ. അങ്ങനെ നമ്മൾ അൽ ഷാഫി റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ആഹാ, ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ എല്ലാത്തിനും വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഹോട്ടൽ കൂടെയാണ്. അതുമാത്രമല്ല കുഴിമന്തി എന്ന് പറഞ്ഞൊരു വലിയ ബോർഡാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കുഴിമന്തിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ വിചാരിക്കണം. അതുപോലെ ബിബിക്യൂ, ലസ്സി, സകല കാര്യങ്ങളുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ എനിക്ക് ഇത്രയും വലുതായിട്ട് കുഴിമന്തി ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് എഴുതണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുമല്ലേ? അതും കൂടെ ഒന്ന് കണ്ട് ചോദിച്ചറിഞ്ഞേക്കാം. എന്തായാലും ഹായ് പ്രദീപ്, സോൾട്ട് ആൻഡ് പെപ്പർ. നേരത്തെ എത്തി. ഞാൻ ഈ ബോർഡ് കണ്ടിങ്ങനെ വളരെ കൗതുകത്തോടെ വരികയായിരുന്നു. ഫുള്ള് നമ്മുടെ സകല വിഭവങ്ങളും ഇവിടെ ഉണ്ടല്ലോ. അറബിക്ക് എല്ലാ വിഭവങ്ങളും തന്നെ. എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യലുകൾ? പ്രധാന ഐറ്റം കുഴിമന്തി തന്നെ. കുഴിമന്തിയാണ്. അതിന് എൻക്വയറി, അതായത് ഈ പ്രദേശത്ത് അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചു. ഈ അറബിക്കായിട്ടുള്ള എല്ലാ അറബിക്കായിട്ടുണ്ട്. പിന്നെ കുഴിമന്തി ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മന്തി കുഴിയടുപ്പിൽ തന്നെയാണ് നമ്മളിത് പാചകം ചെയ്തെടുക്കുന്നത്. ഇത് ശരിക്കും അതല്ല, ശരിക്കും 2 അടുപ്പുകൾ നമ്മൾ ഇതിൽ തന്നെ സജ്ജമാക്കിയിട്ട് അതിലാണ് നമുക്ക് ഇത് ചെയ്യുന്നത്. വേറെ എന്തൊക്കെ ഫെസിലിറ്റിയാണ് ഉള്ളത്? ജ്യൂസ് കോർണർ ഉണ്ട്. അത് സ്പെഷ്യലി നമ്മൾ പുറത്ത് വിദേശത്തൊക്കെ ജോലി ചെയ്ത ജ്യൂസറുണ്ട്, വെറൈറ്റി ജ്യൂസുകളുണ്ട്. പിന്നെ ഇത് ഞങ്ങളൊരു പുതിയൊരു സംരംഭമാണ്. അപ്പോൾ ഞങ്ങൾ കൂടുതൽ വിഭവങ്ങൾ ഇതിനകത്തേക്ക് എത്തിക്കണമുള്ളൂ. എനിക്ക് വലിയ കൗതുകം തോന്നിയത് ഇവിടെ ശരിക്കും റിയൽ ആയിട്ടുള്ള കുഴിമന്തി ഉണ്ടാക്കുകയാണ്. അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഈ മേളിൽ അടുക്കളയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന അടുപ്പല്ല, ശരിക്കും മണ്ണിനടിയിൽ തന്നെ കുഴി സെറ്റ് ചെയ്തിട്ട് കുഴിമന്തി നിർമ്മിക്കുന്നതാണ്. നമുക്ക് ആ കാഴ്ചയൊന്ന് കണ്ടാലോ? അതൊന്ന് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. എവിടെയത്? നമ്മൾ താഴെ മെയിൻ കിച്ചണിലാണ്. മെയിൻ കിച്ചണിലല്ലേ? അതാ പിന്നെ ഞങ്ങളൊന്ന് അങ്ങോട്ട് പോട്ടെ. കാരണം അത് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ലല്ലോ. ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇവിടെ നല്ല തിരക്ക് വരികയാണ്. ചേട്ടൻ ഇനി ഇവിടുന്ന് മാറാൻ പറ്റത്തില്ല ഇന്ന ദിവസം. നമുക്ക് തൽക്കാലം അങ്ങോട്ട് പോയി ആ കുഴിമന്തി ഒന്ന് കാണാം. വാ, അടിപൊളി. അങ്ങനെ ഇവിടുത്തെ പ്രധാന വിശേഷങ്ങൾ നമ്മൾ കേട്ടു. ഇവിടുത്തെ പ്രധാന വിശേഷം എന്ന് പറഞ്ഞാൽ ഭക്ഷണ വിശേഷം എന്ന് പറയുന്നത് കുഴിമന്തിയാണ്. അപ്പോൾ കുഴിമന്തിയുടെ ഒരു അടുപ്പിൻ്റെ കരയിലാണ് ഞാൻ നിൽക്കണത്. ശരിക്കും ഇതാ കണ്ട ഒരു കിണർ പോലെ നല്ലൊരു കുഴി കുഴിച്ചിട്ട് ഇഷ്ടികയൊക്കെ വെച്ച് അതിൻ്റെ സൈഡൊക്കെ കിട്ടിയിട്ട് നല്ല കനല് വിറകിട്ട് കനലാക്കിയിരിക്കുകയാണ്. നല്ല ചൂട്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ചൂട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് അവിടെ അതിൻ്റെ മസാല കൂടി ചേട്ടാ അടയ്ക്കില്ലേ? ഇത് തയ്യാറായി വരികയാണോ? അല്ല, റൈസ് വേവിക്കാനുള്ള മസാല റെഡി ആയിരിക്കും. മസാല ഇതിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ട്? ഇതിലിപ്പം പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ നാരങ്ങ, ഡ്രൈ ലെമൺ, ഡ്രൈ ലീവ്സ്,
അങ്ങനെ ഇതെല്ലാം ചേർത്തിരിക്കുകയാണ് അല്ലേ? അത് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചു. ഇതില് പിന്നെ നമ്മുടെ മട്ടന്റെ കൊഴുപ്പും ചേർത്തിട്ടുണ്ട്. ലേശം കൊഴുപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതില് അരിയിട്ട് ഇത് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ അരിയിട്ട് തിളച്ച് ലെവലാവും. അരിയിടാറായോ? വെള്ളം തിളയ്ക്കണം. ഇനി അരിയിടുക. അരിയിടും നമ്മൾ. എത്ര കിലോ അരി ഉണ്ടാവും? ഇതിലിപ്പോൾ 25 കിലോ അരിയാ. 25 കിലോ അരിയാ ഇട്ടെ. ചേട്ടന്റെ പേര് സുലൈമാൻ. ചേട്ടനാണ് ഈ അറബിക്കിന്റെ ഒക്കെ. അറബിക്ക് എന്തൊക്കെയുണ്ട് ചേട്ടനാ ഇത് കഴിഞ്ഞിട്ട്? മന്തിയുണ്ട്, കബ്സ, മദീനി, ബുഹാരി, മജ്ബൂസ്, മൽഹൂത്ത്. ഇതിപ്പോ ഇത് മുഴുവൻ ഇന്ന് തീരുവോ? ഇത് അടുത്ത 2 വട്ടം കൂടെ ചെയ്യണം. ഇത് ഏകദേശം ഇത് തീർന്നിട്ട് വീണ്ടും ഒരു ദിവസം ഇതുപോലത്തെ 3 എണ്ണം ഉണ്ടാക്കുന്ന. അങ്ങനെ അതിസാഹസികമായി 2 മണിക്കൂർ കടന്നു പോയിരിക്കുകയാണ് അല്ലേ? കറക്റ്റ് 2 മണിക്കൂർ. ഇതില് ഈ 2 മണിക്കൂർ കൃത്യമായിട്ട് ഞങ്ങളും ക്രൂ ഒക്കെ ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. അതിങ്ങനെ പൊട്ടിക്കാൻ പോവുകയാണ്. അതിന്റെ അടപ്പ് തുറക്കുന്നതിനെ പൊട്ടിക്കാന്നാ പറയണേ അല്ലേ? അപ്പോൾ നമ്മളിനി അതിന്റെ കാഴ്ചയാണ്. അതിന്റെ മണവും അതിന്റെ ഒരു ഒറിജിനാലിറ്റിയും നേരത്തെ ഇറക്കി വെച്ചതൊക്കെ നമ്മൾ നിമിഷങ്ങൾക്ക് മുൻപ് കണ്ടതേ ഉള്ളൂ. അതിന്റെ അടുത്ത പുതിയ രൂപമൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പൊട്ടിക്കാം. അപ്പോൾ സഹായികൾ ബോയ്. യെസ്, ഇതാണ് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ റിയലി ഇപ്പോൾ നടക്കുന്നതാണ് മന്തി പൊട്ടിക്കൽ. ചോറിനെ അങ്ങ് ഇളക്കുകയാണ്. ഇനി ഒന്നും ഇല്ല, ഇനി നേരെ ഇത് പ്ലേറ്റ് ചെയ്യുകയാണല്ലേ? ഇളക്കിയിട്ടിട്ട് നമ്മുടെ ഈ മേളിൽ വെച്ച ചിക്കനും അതോടൊപ്പം സെർവ് ചെയ്യുന്നു. ആ ഒരു മണത്തിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു രുചിയൊക്കെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയും ഉണ്ട് കേട്ടോ ഒരുപാട് രുചി വിശേഷങ്ങൾ. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ പ്രസന്റഡ് ബൈ റൊമാന ഡ്രിങ്കിംഗ് വാട്ടറിൽ ഇനിയൊരു ഷോർട്ട് ബ്രേക്ക്. മടങ്ങി വരാം. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ പ്രസന്റഡ് ബൈ റൊമാന ഡ്രിങ്കിംഗ് വാട്ടറിലെ രുചിക്കൂട്ടിലേക്ക്. അപ്പൊ നമ്മള് അൽ ഷാഫി അല്ലേ? അൽ ഷാഫിയുടെ ഒരുപാട് കാഴ്ചകളും കഥകളും ഒക്കെ കണ്ടും കേട്ടും. ഇനി നമ്മള് ഭക്ഷണ വിശേഷം എന്താണെന്ന് ഇങ്ങനെ കൗതുകത്തോട് എല്ലാരും കാതോർപ്പിച്ചിരിക്കുകയാണ് അല്ലേ? അത് കൂർപ്പിച്ച്. അപ്പൊ നമുക്ക് ഇനി അത് അങ്ങ് വെളിപ്പെടുത്താം. ഇന്നൊരു ഭയങ്കര വിഭവ സമൃദ്ധമായ ഒരു സദ്യവട്ടം ഉണ്ടാക്കുന്ന കണക്കാണ് ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്താ നമ്മളിന്ന് ഉണ്ടാക്കണേ? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബീഫ് ഉലർത്ത് റോസ്റ്റാണ്. ബീഫ് ഉലർത്ത് റോസ്റ്റ്. ഓക്കെ, ബീഫ് ഉലർത്ത് റോസ്റ്റ് കേട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടില്ലല്ലോ. ഞാൻ കാണാൻ പോവുകയാണ്. അപ്പൊ ബീഫ് ഉലർത്ത് റോസ്റ്റ്, അതിലേക്ക് നമുക്ക് എന്തൊക്കെയാ വേണ്ടത്? നമുക്ക് അതിലേക്ക് വേണ്ടത് പച്ചമുളക്, ടൊമാറ്റോ, സബോള, ഉലുവ, പെരിഞ്ചീരകം, മൈദപ്പൊടി, കുരുമുളക് പൊടി, മസാല, ഇത് വെളുത്തുള്ളി, കരിവേപ്പില, മല്ലിച്ചപ്പ്, ഇഞ്ചി. ഇത് ഉലത്ത് മസാലയുടെ കൂട്ടാണ്. മുളക് പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പുതിനയില. അപ്പൊ ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ബീഫ് ഉലർത്ത് റോസ്റ്റ് തയ്യാറാക്കാം. അപ്പൊ നമ്മൾ സാധാരണ ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ ബീഫ് ഉലർത്ത് ഇത് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് രണ്ടും കൂടെയുള്ള ഒരു ഫ്യൂഷൻ ആദ്യമായിട്ടാണ് അല്ലേ? അപ്പോ ഇതിലേക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രം പോരാ, ഒരു കാര്യം കൂടെ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടതുണ്ട്. ആ സാധനമാണ് ഈ ഇരിക്കുന്നത്, ബീഫ് അല്ലേ? അതില്ലാതെ എന്ത് ബീഫ് ഉലർത്ത്? ശരി. അപ്പൊ ഇതിപ്പോ എത്ര കിലോ ഉണ്ട് ബീഫ്? അതിപ്പോ ഒരു 4 കിലോ ബീഫ് ഉണ്ട്. 4 കിലോ ബീഫ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഉണ്ടാക്കുന്നത് മുഴുവൻ സോൾട്ട് ആൻഡ് പെപ്പറിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ടേസ്റ്റ് ചെയ്യാനല്ല, നമ്മുടെ അൽ ഷാഫി ഹോട്ടലിൽ വരുന്ന കസ്റ്റമേഴ്സിന് കഴിക്കാനുള്ള ഭക്ഷണമാണ് ഞങ്ങളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അത്രയും ജെന്യൂനിറ്റിയോട് കൂടിയാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. എല്ലാ എപ്പിസോഡും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ പക്കയാണ് എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട്, ഭക്ഷണത്തിന്റെ എല്ലാ മര്യാദകളും ആദരവും പാലിച്ചുകൊണ്ടാണ് തുടങ്ങാം. യെസ്, നമുക്ക് അത് കത്തിക്കാം. തീ കത്തിക്കാം. ഓക്കെ. എണ്ണ ഒഴിക്കുന്നു. ഇത് എന്താണ്? വെളിച്ചെണ്ണ. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു 250 എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 250 ഗ്രാം എണ്ണ. അത്ര എണ്ണ മതി കേട്ടോ. കാരണം ബീഫിൽ തന്നെ ഒരുപാട് നെയ്യൊക്കെ ഉണ്ടാവും. ഈ മസാലയാണ് നമുക്ക് ഇതിനകത്തൊന്നും മസാലയൊന്നും വഴറ്റാൻ വേണ്ടി വരണ്ട് കിട്ടണം. ഈ എണ്ണ നമുക്ക് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്കുള്ള സാധനങ്ങൾ നമുക്ക് എടുത്ത് വെക്കാം. അതിലേക്ക് അപ്പോൾ ആദ്യം നമ്മൾ ഇടാൻ പോകുന്നത് വെച്ചാൽ ഇഞ്ചി, കുറച്ച് ഇഞ്ചി. ഇതെല്ലാം ഒരുമിച്ചാണോ? ഇത് ഒരുമിച്ച് ഇടുന്നത്. അല്ലെങ്കിൽ നമുക്ക് തീ ചൂട് ജാസ്തി ആയിപ്പോകും. ഇത് വെളുത്തുള്ളി.
അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് എണ്ണയിലിട്ട് കഴിഞ്ഞാൽ ചില സാധനങ്ങളുടെ മൂപ്പ് കൂടി പോകും. ഇതെല്ലാം ഒരേ മൂപ്പ് വരണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുമിച്ചൊരു പാത്രത്തിലോട്ട് എടുത്തതിന് ശേഷം നമ്മൾ എണ്ണയിലേക്ക് ചേർക്കുന്നത്. ഗോപിച്ചേട്ടൻ്റെ ഇൻവെൻഷൻ ആണല്ലേ അത്? അതെ. ഇത് നമ്മൾ കുറച്ച് ഉള്ളിനകത്ത് ഉണ്ട്, എന്നാലും ഇടയ്ക്കൊരു ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ എല്ലാം കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ. ഭയങ്കര ഒരുപാടൊന്നും ചേർക്കുന്നില്ല. ഇല്ല, കുറച്ച് ചേർക്കുന്നുള്ളൂ. അധികത്തിൻ്റെ ആവശ്യമില്ല. അപ്പം ഇത് നമ്മൾ മുളക് ഇത് കുറച്ച് മൂത്ത് കഴിയുമ്പോൾ ആണ് ഇതിൻ്റെ മസാല എല്ലാം നമ്മൾ പിന്നീട് ഇങ്ങനെ ഇതുപോലെ തന്നെ എടുക്കും. എല്ലാ മസാലയും ഇതുപോലെ മസാല എടുക്കും. നന്നായിട്ട് പഠിച്ച് മാത്രം പോരാ, ഓർമ്മശക്തി കൂടെ വേണം. ഏതാണ്ട് എണ്ണ മൂപ്പായി. ഇത് ബീഫ് നമ്മൾ ശരിക്കും പുഴുങ്ങി വെച്ചിരിക്കല്ലേ, മഞ്ഞളും ഉപ്പും ചേർത്ത്. അതെല്ലാം ഉപ്പും ചേർത്ത് അടിച്ചു വെച്ചേക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് വേവില്ലല്ലോ. അപ്പോൾ ഇത് ഇടാം. ഇനി നമുക്ക് ഇതിൻ്റെ പൊടികൾ എടുക്കാം. ഇനി വീണും വേണം. അപ്പോൾ ഇതിൻ്റെ പൊടികൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എടുക്കുകയാണ്. തക്കാളി, ഉള്ളി, അങ്ങനെയൊക്കെയുള്ള സംഭവം. ഇനി പൊടികളാണ് ഇളക്കാൻ നമ്മൾ ആരും വന്നു. നമ്മളിതിപ്പോൾ ഇത് മല്ലിപ്പൊടി എടുക്കുന്നു കേട്ടോ. മല്ലിപ്പൊടി ഒരു 6 സ്പൂൺ മല്ലിപ്പൊടി. ഇത് നമ്മൾ മസാല ഒരു 3 സ്പൂണ്. ഇത് വറുത്ത മസാലയാണ്. അത് 3 സ്പൂൺ. അത് 3 തരം മസാലയുണ്ട്. വറുത്ത മസാലയിൽ എന്തൊക്കെയാ ഉള്ളത്? വറുത്ത മസാലയിലുള്ളത് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല അങ്ങനെ ചേർത്ത് പൊടിച്ചാണ്. ഇത് ശകലം കുരുമുളക് പൊടി കേട്ടോ. കുരുമുളക് പൊടി ശകലം എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ നമ്മളൊരു ഇതിനകത്തേക്ക് 1 സ്പൂണ് ഇതാ മൈദപ്പൊടി, 1 സ്പൂണ്. ഒരു 1/2 സ്പൂണ് എടുത്ത് ഉപ്പ്. ഇതിനുള്ള നമ്മൾ എടുത്തേക്കുന്നത്. മുളക് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി അപ്പോൾ ഒരു 5 സ്പൂൺ എടുക്കും. 5 സ്പൂൺ എടുക്കുന്നത്. അത് 1 സ്പൂൺ. അത് ഈ അരപ്പിനെല്ലാം കൂടെ ഈ ഇറച്ചിക്ക് നമുക്കൊന്നും ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ആണ്ട് മൂപ്പായി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ബീഫ് നമുക്കിടാം. ബീഫ് ഇട്ടതൊന്ന് എല്ലാം ഒന്ന് മസാല അതിലേക്ക് പരട്ടണം. 4 കിലോ ബീഫ് അടിപൊളി ഗംഭീരം. ഇതിലേക്ക് നമുക്ക് ഗ്രേവി ലേശം ഒഴിക്കണം. നമുക്ക് ഗ്രേവി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് വാട്ടറാണ്. സ്റ്റോക്ക് വാട്ടർ നമ്മൾ ബീഫ് അവിച്ചെടുക്കുമ്പോൾ വെള്ളം ഉണ്ടല്ലോ, അത് തന്നെ. ഇത് നമുക്ക് ആ ഗ്രേവി ആവശ്യമുള്ള പോലെ ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി നമുക്ക് കൂടുതൽ വേണോ വേണ്ടയോ എന്നുള്ള ഡിപ്പെൻസ്. നമുക്ക് ഈ സ്റ്റോക്ക് വാട്ടർ ചേർക്കാം. ഇതിപ്പോ എത്ര പേർക്ക് കഴിക്കാനുള്ള ഉണ്ടാവും? ഇതിപ്പോൾ കഴിക്കുകയാണെങ്കിൽ ഒരു എത്ര പ്ലേറ്റ് വിളമ്പാണെങ്കിൽ ഒരു 40 പ്ലേറ്റ് ഒക്കെ കാണും. 40 പ്ലേറ്റ് അല്ലേ? അപ്പോൾ ഇത് ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് മാറ്റിയിട്ട് പിന്നെ നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പൊടികളെല്ലാം ചേർത്ത് വെച്ച് കടുക് പൊടിച്ചൊഴിക്കാണ്ട്. ബീഫ് ഉലർത്ത റോസ്റ്റ് നമുക്ക് ഇതിലേക്ക് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ബീഫ് ഉലർത്ത റോസ്റ്റിന്റെ ഏകദേശം 95% കംപ്ലീറ്റ് ആയിരിക്കുന്നു. അപ്പോൾ അതൊരു പ്ലേറ്റിലോട്ട് Eastern Salt and Pepper presented by Romana Drinking Water. ഇനി ഒരു ടേസ്റ്റി ബ്രേക്ക്. അയ്യോ, ഒരുപാട് സമയം. നമ്മുടെ ബീഫിന്റെ കാര്യം എന്താണെന്ന് തോന്നുന്നത്. അതുമല്ല, സ്പെഷ്യൽ ബീഫാണെന്ന്. ബീഫ് ഉലർത്ത് റോസ്റ്റ്. എന്തായിരുന്നത്? ബീഫ് ഉലർത്ത് റോസ്റ്റ്. അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. എപ്പിസോഡിലേക്ക് അങ്ങ് മടങ്ങി വരാം. അപ്പോൾ പെട്ടെന്ന് അറിയാലോ, ഒരുപാട് കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ മടങ്ങി വരൂ. Eastern Salt and Pepper presented by Romana Drinking Water. രുചിക്കൂട്ടിലേക്ക്. അടിപൊളി. അങ്ങനെ പെട്ടെന്ന് അടുപ്പിലേക്ക് ഞാനൊരു സജ്ജീകരണമൊക്കെ ചെയ്തു കൊടുത്തു. പാത്രം വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ല മഴ വന്നു അല്ലേ? നല്ല ഭക്ഷണം ഉണ്ടാക്കിയപ്പോഴേക്കും ആ പ്രകൃതിയുടെ സന്തോഷം കണ്ടേ. നല്ല മഴ. ഇതിപ്പോ നമ്മള് തൊടുപുഴ ടച്ച് റിവർ ആണ് ഈ പോകുന്നതെങ്കിൽ ഇതാണ് മൂവാറ്റുപുഴ ആറിന്റെ കരയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഭയങ്കര ശുദ്ധമായ ജലമാണ് ഈ മൂവാറ്റുപുഴ ആറെന്ന് പറയുന്നത്. ഇത് മൂത്ത് മുറിച്ച് കടുകിടാം. വളരെ കുറച്ച് ഉലുവ ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് പെരിഞ്ജീരകം, വളരെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് ഇഞ്ചി.
ഇഞ്ചി കുറച്ച് മതി ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് സവാള ഇനി അടുത്ത് ഏതാ വളരെ കുറച്ച് വേണ്ടത്? ഇനി നമുക്ക് തക്കാളി നമുക്ക് ഇനി ഇതിലേക്ക് കരിവേപ്പില വളരെ കുറച്ച് മല്ലിയില ഒരു 3-4 സ്പൂൺ വളരെ കുറച്ച്. ഇത് നമ്മളൊരു 1 സ്പൂണ് ചേർക്കുന്നുണ്ട് കേട്ടോ. 1 സ്പൂൺ പുതിനയില. അതെ 1 സ്പൂൺ ലീഫ്. ഇനി നമ്മൾ ഈ ഉണ്ടാക്കിയ ഈ വളരെ കുറച്ച് എടുത്ത സാധനങ്ങളെല്ലാം കൂടെ വളരെ കൂടുതലായിട്ടിരിക്കുന്ന ഈ ബീഫിലോട്ട് ചേർക്കാൻ പോവുകയാണ്. ഇത് നമ്മളൊരു വളരെ കുറച്ച് ഒരു മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് കഴിക്കാൻ നമുക്ക് പാത്രത്തിലേക്ക് എടുക്കാം. സന്തോഷത്തോടെ ഗോപിച്ചേട്ടൻ എന്ത് സ്നേഹത്തോടെയാണ് അത് എനിക്ക് വെച്ച് നീട്ടിയത്. എനിക്ക് ആ ഒരു നീട്ടലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അറിയുന്നതിന് മുമ്പ് മനോഹരമായി അലങ്കരിച്ച ഈ ബീഫ് ഉലർത്ത് റോസ്റ്റ് എല്ലാവരും ഒന്ന് കാണട്ടെ അല്ലേ? ആദ്യം ഗോപിച്ചേട്ടൻ്റെ കൈപുണ്യം ലോകം മുഴുവൻ ഒന്ന് കാണട്ടെ. എന്നാലും അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ നമുക്കിനി കണ്ടത് മതി. ഇതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കട്ടെ. ബീഫ് ഉലർത്ത് റോസ്റ്റ്. ആക്ച്വലി ബീഫ് റോസ്റ്റ് കഴിച്ചിട്ടുണ്ട്, ബീഫ് ഉലർത്ത് കഴിച്ചിട്ടുണ്ട്. ബീഫ് ഉലർത്ത് റോസ്റ്റ് ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കാൻ പോണേ. ബീഫ് തന്നെപ്പാ. എരിവ് വളരെ കൂളാണ് കേട്ടോ. ഭയങ്കര എരിവൊന്നുമല്ല. ചേട്ടത്തിന് എരിവൊക്കെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടെങ്കിൽ പോലും ആവശ്യത്തിന് എരിവുള്ളൂ. ചേട്ടനും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്തേ. ടേസ്റ്റ് നല്ല എനിക്ക് ഉറപ്പുണ്ട്. അതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. എനിക്ക് ഉറപ്പുണ്ട് ടേസ്റ്റ് ചെയ്യേണ്ട നല്ലതാ. കാരണം കാഴ്ച മാത്രമേ ഇതിനിടയ്ക്ക് എല്ലാ ഇടലും ആ മൂക്കും കണ്ണും മാത്രമേ അതിനകത്ത് എത്തിയിട്ടുള്ളൂ. ഇതുവരെ നാവിലോട്ട് എത്തിച്ചില്ല. എന്നാലും പറയാൻ എനിക്ക് ഉറപ്പാ നല്ലതാ. പക്ഷെ ആ ഉറപ്പ് ഞാൻ നിങ്ങളിലേക്ക് അങ്ങ് ഷെയർ ചെയ്യണം. പക്കാ ഉറപ്പ്. ഗ്യാരണ്ടി അത് ഉറപ്പുണ്ട്. കാരണം ഞാൻ ടെസ്റ്റ് ഞാൻ ചെയ്യാറില്ല ഒന്നും. ഒരു സാധനം ടെസ്റ്റ് ചെയ്തില്ല. നേരെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആരും നോക്കുകയാണെങ്കിൽ നമ്മളെ ഈ പിള്ളേർ ആരെങ്കിലും നോക്കുള്ളൂ. ഞാൻ നോക്കില്ല. എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും ഒരു അത്ഭുതകരമായ ഒരു കഴിവ് തന്നെയാണത്. എന്തായിരുന്നാലും ഗോപിച്ചേട്ടന്റെ ഈ മനോഹരമായ കഴിവ് അല്ലെ, അൽ ഷാഫിയിലെ മനോഹരമായ ബീഫ് ഉലർത്ത് റോസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തിയാൽ മാത്രം മതിയോ? ഒന്നുകൂടെ ഉണ്ടാക്കണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കാണണ്ടേ? ദേ ഒരു വെറിയിക്കാം. നമുക്ക് ഈ എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ചെയ്യാല്ലേ? സാറ് ഭക്ഷണം കഴിക്കണ്ട നമുക്ക് എല്ലാവർക്കും. പിന്നെ കഴിക്കാതെ പോവോ? നമ്മളെല്ലാവരും കൂടെ വരണുണ്ട്. 8-10 പേരുണ്ട്. എല്ലാവരും കൂടെ വരുന്നുണ്ട്. ഈ ബീഫ് ഉലർത്ത് മാത്രമല്ല വേറെ എന്തെങ്കിലും ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പൊ ഇനിയിപ്പോ നമുക്കുള്ള ഭക്ഷണ ടൈമാണ്. നിങ്ങളെ ഞങ്ങൾ ശല്യപ്പെടുന്നില്ല. അടുത്ത ആഴ്ച മറ്റൊരു കഥയായിട്ട് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ പ്രസന്റഡ് ബൈ റൊമാന ഡ്രിങ്കിങ് വാട്ടറിന്റെ എപ്പിസോഡുകൾ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ ഇടവരട്ടെ.